വീണ്ടും മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബിസ്മി. ഇന്ന് എൻ്റെ മനസ്സിന് ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി. ഇന്ന് എന്ന് മാത്രമല്ല, ഇത് കുറച്ച് നാളുകളായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് ഉള്ള ഒരു ഒരു ചിന്തയാണ്. ഒരു പക്ഷേ എന്നേക്കാൾ അധികം ഈ ഒരു ചിന്തയെക്കുറിച്ച് വേദനിക്കുകയും പരിതപിക്കുകയും അതിന്റെ പരിണിത ഫലങ്ങളിലൂടെ പോകുന്നവരുമായിട്ടുള്ള കുറെ നല്ല മനുഷ്യര് ഈ ലോകത്തുണ്ട്. കുറെ നല്ല മലയാളികളുണ്ട്. പക്ഷേ ഇന്ന് ആ, ഇന്ന് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു അവസ്ഥ ആ, ആണ് എന്നെ വീണ്ടും ഈ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എന്നെ നിർബന്ധിപ്പിച്ചത്. ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിലും ആരുടെയും ഓർമ്മകളെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവിതങ്ങളെ തൊട്ടു നോവിക്കാനോ ഒന്നുമല്ല. പക്ഷേ നമുക്ക് നമ്മളാല് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കേട്ട് തഴമ്പിച്ച ആം, ഒരു ചൊല്ലാണ് ഇത്: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അല്ലെ? നമ്മൾ എപ്പോഴും കാര്യങ്ങളിൽ ഒരു ഇഷ്യൂവിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് അതില്ലാതെ ഇരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിവെൻഷനേ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മുൻകരുതലുകൾ എത്ര തന്നെ എടുത്താലും ചെയ്യാൻ പറ്റാത്ത ഉം, ഒരു മേഖലയാണ് ആധുനിക ലോകം കാണുന്നത്. പല പല കാര്യങ്ങളിൽ പല പല ഉം, ഏഹ്, ഭാഗങ്ങളിൽ ഇത് സത്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന്റെ ആ ഒരു വ്യഗ്രത, അതല്ലെങ്കിൽ ആ ഒരു ധാരാളിത്തം, അതല്ലെങ്കിൽ ആ തിരക്ക്, അതെല്ലാം പല പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ആം, വ്യവസായ മനോഭാവം, അല്ലെ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഒട്ടും തന്നെ മാറ്റാനായിട്ട് നമുക്ക് മുൻകരുതൽ എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനായിട്ട് ഇന്നത്തെ ലോകത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷെ തീർച്ചയായിട്ടും അതിലും നമുക്ക് എന്തൊക്കെയോ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നമുക്ക് കുറേ ടോപ്പിക്കിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ കണക്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്ത ഒരു അവസ്ഥ എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ കരുതുന്ന കുറെ നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായ അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഏറ്റവും വിഷമം വരുന്നത് നമ്മുടെ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴോ ഒക്കെ അല്ലേ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കാം. ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാനിപ്പം സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇപ്പൊ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്യാൻസർ വരുന്നു? പലരും കണ്ണടച്ച് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഫുഡാണ്, ഭക്ഷണം മാതൃകകളാണ്. കാരണം എല്ലാനും പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ എപ്പോഴും ഔട്ട്സൈഡ് ഈറ്റിംഗ് ആണ്, അജിനോമോട്ടോ ചെയ്യുന്നു, പ്ലാസ്റ്റിക് ആണ് ഫുഡിൽ നിറച്ച്. നമ്മുടെ ഇപ്പോഴത്തെ വ്യവസായ ഇതിലുള്ള ഒരു ഭക്ഷണ മേഖലയിൽ വന്ന വ്യത്യാസമാണ്. നിങ്ങളുടെ ബോഡിയുടെ ഇതിനനുസരിച്ച് നിങ്ങൾ കഴിക്കുന്നില്ല. അങ്ങനെ കുറെ കുറെ കാരണങ്ങൾ ഫുഡിനെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഫുഡ് ഇതിന്റെ ഒരു വളരെ വലിയ ഭാഗമാണ്, നമുക്കറിയാം. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ ക്യാൻസർ ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങള്, അതല്ല വളരെ ചെറിയ പ്രായത്തില് ക്യാൻസർ വരുന്ന കുഞ്ഞുങ്ങള്, എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർക്ക് അത് വരുന്നത്? അവിടെയും വീണ്ടും ശാസ്ത്രമുണ്ട്. അവരുടെ മാതാപിതാക്കളുടെ ജീവിത രീതികളാകാം, അതല്ല ആ ഒരു സമയത്തെ ഇതുകളായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഫുഡ് മാത്രമാണോ, ഭക്ഷണം മാതൃക മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ ക്യാൻസർ വരുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഞാനൊരു ശാസ്ത്രീയ രീതിയിലല്ല പറയുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെയായിരിക്കും നമുക്ക് ഇതിന്റെ കാരണങ്ങൾ? ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ചെറിയൊരു പഠനം നടത്തുന്നുണ്ടായിരുന്നു. കാരണം
9 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 9 വർഷം എന്നല്ല അതിലൊരു കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വന്തം കുടുംബത്തിലുണ്ടായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആം, എൻ്റെ അപ്പച്ചന് 7 ബ്രദേഴ്സ് ആണുള്ളത്. അതിൽ എല്ലാവരും തന്നെ വളരെ അടുത്ത അടുത്ത സമയങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യാൻസർ വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഒരാൾക്ക് ലങ് ക്യാൻസർ, ലിവർ ക്യാൻസർ, അങ്ങനെ ക്യാൻസറുകൾ പെട്ടെന്ന് വന്നിട്ട് മരിക്കുന്നു. അതെ, അവർക്ക് ഓൾമോസ്റ്റ് 50 വയസ്സ് കഴിഞ്ഞവരായിരുന്നു. അവരുടെ ജീവിതങ്ങളിൽ അവർ ചെയ്ത ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ ആണെങ്കിലും അവരുടെ കുട്ടിക്കാലം ഏറ്റവും നിർമ്മലമായ ഒരു ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ യാതൊരു രീതിയിലുള്ള വ്യാവസായിക ആം, എന്താ പറയാ ഭക്ഷണ മാതൃകകളോ ഒരു ടേക്ക് അവേ കഫേയോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് അവർ ഏകദേശം ഒരു 50 വയസ്സോളം ജീവിച്ചത്. പിന്നെ എങ്ങനെയാണ് ആ ഭക്ഷണക്രമത്തിൽ വന്ന പ്രശ്നങ്ങൾ അവർക്ക് ക്യാൻസർ വരുത്തിച്ചത്? അതോടൊപ്പം ആ ഒരു സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന വർത്തമാനങ്ങൾ, നിങ്ങൾ പാരമ്പര്യമായിട്ട് എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തതിന്റെ ശിക്ഷയാണ്. കാരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ബൈബിളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ നമ്മള് ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നാം പ്രമാണത്തിന് എതിരെ പാപം ചെയ്യുകയാണെന്നുണ്ട് 4 തലമുറകൾ വരെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അപ്പൊ ഇത് അങ്ങനത്തെ തലമുറകളാണ്. ഇനി 3 തലമുറ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു മതവിശ്വാസങ്ങൾ നമുക്ക് ആ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു ഭീതി പടർത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കുറെ കാലഘട്ടത്തോളം ഞാനും ഇതിനെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കാരണം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലാത്തത് കൊണ്ട് അതാണോ എന്ന് സംശയിക്കുകയും ഒരുപക്ഷെ വിശ്വസിക്കുകയും ചെയ്തിരുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. കാരണം ഇത് ഇപ്പൊ എൻ്റെ അപ്പച്ചന്റെ ചേട്ടന്മാർക്കും അനിയന്മാർക്കും ഒക്കെ വരുമ്പോഴും അവരുടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ സ്വന്തം പിതാവിന് വരുമ്പോഴാണ്, ഓ ഇത് ഇങ്ങനെ ഈ ആ അതിന്റെ ആ ഒരു ശൃംഖല ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഇനി ഇതിപ്പോ അടുത്തതായിട്ട് ഞങ്ങളുടെ തലമുറയിലോട്ട് വരും, അങ്ങനെയൊക്കെയല്ല ചിന്തിച്ചത്. അപ്പോൾ 9 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഈ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ ഫോൺ കിട്ടുന്നത്, ഫോൺ വരുന്നത്. ആ സമയം അപ്പച്ചൻ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വയറിന് ചെറുതായിട്ട് വേദന എടുക്കുന്നു, ഞാനത് സ്കാൻ ചെയ്തു, അപ്പോൾ വയറിലൊരു ലിമ്പുണ്ട്, അപ്പൊ അത് വേഗം തന്നെ ആ ട്യൂമർ എടുത്ത് കളയണം, ബയോപ്സി ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിൽ ഒരു വളർച്ചയുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ കണക്ട് ചെയ്യുന്നതാണ്, ഓക്കെ അപ്പച്ചന്റെ ബ്രദേഴ്സ് എല്ലാം മരിച്ചു, എല്ലാം ക്യാൻസർ ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇതും ക്യാൻസർ ആണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം പെട്ടെന്ന് പോയത്. അപ്പച്ചന് ഇതുമാതിരി അൾസറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്, അപ്പച്ചൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, പുറത്ത് കഴിക്കുന്നത്. ഓക്കെ, അപ്പച്ചൻ നോക്കുമ്പോൾ അപ്പച്ചന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. വളരെ കുറച്ചാണ് ഭക്ഷണം കഴിക്കാറ്. പുള്ളിയുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ചായയും, അല്ലെങ്കിൽ എപ്പോഴും ഒരു അര ഗ്ലാസ്, മുക്കാൽ ഗ്ലാസ് അങ്ങനത്തെ ഒരു ചായ ആയിരിക്കും. പിന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങള് നന്നായിട്ട് എന്താ പറയാ, വെള്ളം അടിക്കുന്ന കൂട്ടത്തിൽ കഴിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആം, അവരുടെ ജീവിതത്തിൽ മിക്കവാറും ഒരു മദ്യപാനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അല്ലെങ്കിൽ അല്ലാതെ മദ്യപിക്കാത്ത കുറെ നല്ല പാരന്റ്സ് ഉണ്ട്. പക്ഷെ എന്തായാലും കഥ 9 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും അപ്പച്ചന് സർജറി നടന്നു. ഞാൻ എപ്പോഴും ഇത് സംസാരിക്കുമ്പോൾ പറയും, ഓപ്പറേഷൻ വാസ് സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ്. അതായിരുന്നു അപ്പച്ചന്റെ ജീവിതത്തിൽ സംബന്ധിച്ചത്. അത് ആ ഒരു ലിംബ് അവര് വളരെ മനോഹരമായിട്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ എടുത്തു നീക്കിയെങ്കിലും സ്റ്റിച്ച് പൊട്ടുകയും അപ്പച്ചൻ ഒരു 2 ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. അതാണ് ഒരു സ്റ്റോറി അവിടെ നിൽക്കുമ്പോൾ. പക്ഷെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബയോപ്സി റിസൾട്ട് വരുന്നത്. അപ്പോഴും ആ ഒരു ലിംഫിന് ആ ഒരു ക്യാൻസറസ് സെല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ നമ്മളെല്ലാം ആശ്വസിപ്പിച്ചത് അങ്ങനെയായിരുന്നു, അപ്പച്ചൻ നല്ല മനുഷ്യനായതുകൊണ്ട് വേഗം മരിച്ചുപോയി, ആ ക്യാൻസറിന്റെ തീവ്രതയും വേദനകളും ഒന്നും നമ്മൾ കാണേണ്ടി വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അപ്പച്ചൻ അത് സ്റ്റോമൽ ഇതിട്ടിട്ട് നടക്കണം, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാകും, പിന്നെ അപ്പച്ചൻ ആ ഒരു ആസ് എ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു ആളുകളെല്ലാം നമ്മെ അന്ന് കൺസോൾ ചെയ്തിരുന്നത്.
പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ, അന്ന് തൊട്ടേ പല കാരണങ്ങൾ കൊണ്ട് എങ്ങനെ ഈ ക്യാൻസർ വരുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെയാണ് തുടർന്ന് നമ്മുടെ ജീവിതത്തിലും പല പല കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. എല്ലായ്പ്പോഴും നമ്മൾക്ക് കേൾക്കുന്ന കുറേ വാർത്തകൾ ഇങ്ങനെയാണ്: ഇന്ന ആള് മരിച്ചു, ക്യാൻസർ ആയിരുന്നു, പെട്ടെന്ന് ക്യാൻസർ വന്നു, സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ. പിന്നെ എന്റെ മനസ്സിൽ എന്നെ കണക്ട് ചെയ്ത മൂന്ന് ജീവിതങ്ങളാണ് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. ഒന്ന്, ഏറ്റവും നിർമ്മലമായ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ക്യാൻസർ. ഒരു 14 മാസത്തോളമാണ് ആ കുഞ്ഞ് നമ്മുടെ ഇടയിൽ മെൽബണില് ക്യാൻസറിന് വേണ്ടിയിട്ട് ക്യാൻസറിന്റെ എല്ലാ വിഷമങ്ങളിലൂടെയും പോവുകയും കീമോയും പല സർജറിയും ഒക്കെ ചെയ്തത്. ആ ഒരു കുഞ്ഞിന്റെ വേദന നമ്മള് കാണുമ്പോൾ എനിക്ക് തോന്നിയത്, ആ ക്യാൻസർ വന്നപ്പോൾ ആ കുഞ്ഞിനേക്കാൾ അധികം വിഷമിച്ചത് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അവരെ സ്നേഹിക്കുന്നവരുമാണ്. അവരിന്നും വേദനയോടെ ആ കുഞ്ഞിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ആ കുഞ്ഞ് ഒരു 3 വയസ്സില് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നു. ഒരു 4 4 1/4 വയസ്സാകുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. ഇപ്പോഴും ആ ഒരു മനസ്സിൽ വിങ്ങുന്ന വേദനയായിട്ട് ആ കുഞ്ഞ് എന്റെ മനസ്സിൽ നിൽക്കുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിലെ അവസ്ഥ. എനിക്കറിയാം അവര് വളരെയധികം തീവ്രമായ വേദനയിലൂടെ പോകുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ മനസ്സിനോട് ചേർത്ത് കുഞ്ഞുങ്ങളുടെ ക്യാൻസറിന്റെ പ്രതിരോധത്തിന് വേണ്ടി പല കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ രാത്രിയില് വീണ്ടും നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സമൂഹത്തില് തന്നെ വളരെ അതിശയകരമായിട്ട് ക്യാൻസറിനെ അതിജീവിച്ച ഒരു വ്യക്തിയുടെ വാർത്ത കേൾക്കാനായിട്ട് ഇടയായി. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഇത് ഒന്നുകൂടെ ചർച്ച ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ചികിത്സകൾ നമ്മൾ ഫലിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഞാൻ എനിക്കൊരു സർജറി നടക്കുമ്പോൾ ആ സർജറിയുടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് എനിക്ക് ചെയ്യുന്നത് നന്മയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് അത് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഫലം ഉണ്ടാകുന്നത്. സയന്റിഫിക്കലി അത് സാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു വിശ്വാസം, ആ ഒരു ബിലീവ്, നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അത് വിശ്വസിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് അതിനുള്ള ഒരു ഫലം കിട്ടുന്നത്. പക്ഷേ ഈ ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര വിശ്വസിച്ചാലും ഒരു പക്ഷേ അവർക്ക് അതിനുള്ള ഒരു ഉം, അവരതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടുന്നുണ്ടോ എന്ന് തോന്നുന്നു. കാരണം ഉം, ഈ ഒരു സുഹൃത്ത്, ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്ന മെൽബണില് എന്നെ കേൾക്കുന്ന മലയാളികൾക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃത്താണ്. ഏറ്റവും അധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ക്യാൻസറിനെ ഒരു പ്രാവശ്യം ചികിത്സയും പ്രാർത്ഥനയും കൊണ്ട് അതിജീവിച്ച ഒരു വ്യക്തിയാണ്. എങ്കിലും ആ വ്യക്തിക്ക് വീണ്ടും അതേ ക്യാൻസർ വീണ്ടും അതിശക്തമായിട്ട് വളരുകയും ഇന്നലെയാണെങ്കിലും അത് ആ വേദന സഹിക്കാതെ വേദനയിൽ എന്താ അത്രയധികം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വന്ന ഒരവസ്ഥയാണ്. അതാണ് എന്നെ ഇത്രയധികം നമുക്ക് ചെയ്യാൻ പറ്റും ക്യാൻസറിന് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് സർവൈവ് ചെയ്ത കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. അവരുടെ ജീവിതത്തിലും എനിക്ക് ആ ഒരു ക്യാൻസർ വന്നതിന് ശേഷം വന്ന വ്യതിയാനങ്ങളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ വിഷമങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നതിനേക്കാൾ അധികം ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും? ക്യാൻസറിനെ നമുക്ക് ഒരിക്കലും പ്രതിരോധിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് അത് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനായിട്ട് പറ്റും. സ്റ്റഡി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് യുകെയിലെ കുറേ നല്ല വ്യക്തികൾ റിയൽ ആയിട്ട് ക്യാൻസർ വന്ന വ്യക്തികളുമായിട്ട് അവരുടെ ദിനചര്യകൾ കണ്ടുപിടിച്ച് ആം, ഒരു ഒരു റിസർച്ച് നടത്തിയതിൽ മനസ്സിലാക്കിയത് 10-4 ക്യാൻസറുകൾ, ഇപ്പൊ 10 ക്യാൻസർ പേഷ്യൻസിൽ നോക്കുകയാണെങ്കിൽ ഉം, അവർക്ക് വരുന്ന ക്യാൻസറുകളെ വെച്ച് നോക്കുവാണെങ്കിൽ 4 എണ്ണം അതായത് ആ ഒരു വ്യക്തികളുടെ ജീവിതചര്യ കൊണ്ട് മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. പരിസ്ഥിതിയുണ്ട്, ഭക്ഷണക്രമങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, വ്യഗ്രതകളുണ്ട്, സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ DNA യിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുണ്ട്. പിന്നെ
വേറെ നമ്മൾ കുറെ കാര്യങ്ങളിലോട്ട് പോയാൽ ചിലപ്പോൾ അത് ഒരു പക്ഷേ വാർത്തകൾക്ക് വിപരീതം അല്ലെങ്കിൽ നമുക്ക് പ്രകോപനം നടത്തുന്ന കുറെ സംഭവങ്ങളാകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം വേറൊരു വലിയ ലോകമുണ്ട്. ഇത് ഇന്റൻഷനലി ഇത് നമ്മുടെ ലോകത്തിലോട്ട് ഉം, പിന്നെ തള്ളിവിടുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വലിയ വിഭാഗമുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എങ്കിലും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഈ 10-ൽ 4 പേർക്ക് വരുന്ന ക്യാൻസർ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഇതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വന്നതെന്നൊന്നുമല്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കെന്തെങ്കിലും നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും നമുക്കും നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ചിന്ത മാത്രമാണിത്. അതുകൊണ്ട് ഈ 10-ൽ 4 പേർക്ക് നമ്മുടെ ജീവിതചര്യ കൊണ്ട് ഇത് മാറ്റാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ശ്രമിച്ചുകൂടാ? അപ്പം നമുക്കറിയാം മായോ ക്ലിനിക്ക് ഏറ്റവും അധികം റിസർച്ചസ് നടത്തുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവര് 7 കാര്യങ്ങളാണ് ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർവാർഡ് ഹെൽത്ത്, എല്ലാവർക്കും അറിയാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഏറ്റവും ദ ബെസ്റ്റ് ഇൻ ദയർ റിസർച്ച് ആണെന്ന്. അവര് 10 കമാൻഡ്മെന്റ്സ് ആണ് എന്നാണ് അവരുടെ 10 കമാൻഡ്മെന്റ്സ് ടു പ്രിവെന്റ് ക്യാൻസർ എന്നാണ് അവരുടെ ബുക്കിന്റെ അല്ലെങ്കിൽ അവരുടെ പബ്ലിഷ് ചെയ്ത പേപ്പറിന്റെ പേര്. അതിലും അവര് 10 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് റിസർച്ച് ഓർഗനൈസേഷൻ അവര് എനിക്ക് തോന്നുന്നു മെൽബണേക്കാൾ അധികം കൂടുതൽ പബ്ലിഷിംഗ് ചെയ്യുന്നത് ന്യൂ സൗത്ത് വെയിൽസ് ആണ്. പക്ഷെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് കൂടുതൽ നടക്കുന്നത് നമുക്കറിയാം പീറ്റർമാക്കിലോ ഒക്കെയാണ് മെൽബണെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണെങ്കിലും ദ 7 പോസിബിൾ വേസ് ടു പ്രിവെന്റ് ക്യാൻസർ എന്ന് പറഞ്ഞ് ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റി ഇറക്കിയതും നോക്കുമ്പോൾ അപ്പൊ ഞാൻ ആ 3 രാജ്യങ്ങൾ നോക്കുമ്പോഴും നമ്മുടെ രാജ്യത്തില് ഉള്ള ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ട്രെൻഡ് അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈല് നോക്കുമ്പോൾ അതെല്ലാവരും ഒരേ കാര്യങ്ങളാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ക്വിക്ക്ലി ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചിന്ത നിങ്ങൾക്കുമായിട്ട് ചെയ്യുന്നത്. ഒപ്പം ഞാൻ ഒരപേക്ഷ, നമുക്ക് ചുറ്റും നമ്മൾ അറിഞ്ഞും അറിയാതെയും വേദനിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് ഈ ഒരു രോഗം മൂലം. ഈ രോഗം അവരുടെ കുറ്റമോ അവർക്ക് ചുറ്റുമുള്ളവരുടെ കുറ്റമോ ഒന്നുമല്ല. നമ്മളെ പോലെ ഇപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലും നമ്മൾ അറിയാതെ ഈ ഒരു രോഗം വളരുന്നുണ്ടാകും. അതിന് തെളിവുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രീതിയിലുള്ള ഒരു ആം, കാരണങ്ങളും പുറത്ത് കാണിക്കണമെന്നില്ല. വളരെ വലിയ ഒരു ക്രൂരമായ രീതിയിലായിരിക്കും അത് പുറത്തു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ചിട്ടയായ ഭക്ഷണക്രമം. നമുക്കറിയാം, നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലേറ്റിലെ പോർഷൻ നമ്മൾ നോക്കണം. ബ്രൗൺ റൈസ്, അതായത് ബ്രൗൺ ബ്രെഡ്സ്, അല്ലെങ്കിൽ എല്ലാനും ആ ഒരു റോ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, പ്രകൃതിയിലോട്ട് തിരിച്ചു വരിക എന്നൊക്കെ നമുക്ക് എപ്പോഴും എല്ലാവരും ഉറക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഈസി ആയിട്ട് നമ്മളുടെ ഈ ധൃതി പിടിച്ച ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നമ്മുടെ പ്ലേറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ഇറച്ചിയുണ്ടോ മീനുണ്ടോ അല്ലെങ്കിൽ ചോറുണ്ടോ എന്ന് നോക്കുന്നേക്കാൾ അധികം എൻ്റെ ഒരു 4 കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞത്, ഭക്ഷണം കൊടുക്കുമ്പോൾ അത് റെയിൻബോ ആണോ എന്ന് ചിന്തിക്കുക. റെയിൻബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന്. അതെ, റെയിൻബോ എന്ന് പറഞ്ഞാൽ പല വർണ്ണങ്ങളുള്ള ഭക്ഷണങ്ങളാണോ ഞാൻ ഒരു പ്ലേറ്റിൽ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്, എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ തന്നെ അതിൽ നമുക്ക് വെജിറ്റബിൾസും അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറേ ചോറും ഒരു ഇച്ചിരി ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു നാഴി നമ്മൾ പറയില്ലേ ഇച്ചിരി ഉപ്പുണ്ടെങ്കിൽ നാഴി അതിൻ്റെ അരിയുടെ ചോറ് കഴിക്കും. അതിൽ നിന്ന് മാറിയിട്ട് വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ചിട്ടയായ നല്ല അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളരെ ക്ലീൻ ആയിട്ടുള്ള ഫുഡ്. ഇപ്പൊ നമുക്കറിയാം ഈ GYGയുടെ പരസ്യം കാണുന്നുണ്ട്. ദ ക്ലീൻ ഫുഡ് ഈസ് ദ ന്യൂ ഹെൽത്തി ഫുഡ്. അങ്ങനെ ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ഈ കഴിക്കുന്നതില് ഒരു 50% റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഇത് വളരെയധികം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനുള്ള അവസ്ഥ, നമ്മുടെ സെല്ലുകളെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകാൻ എന്നാണ് ഈ 3 റിസർച്ചിൽ നിന്നും വളരെ നമ്പർ 1 ആയിട്ട് പറയുന്നത് ഭക്ഷണക്രമം. രണ്ടാമത് പറയുന്നത് ദിനചര്യകള്, ആരോഗ്യക്രമങ്ങളാണ്. ഉറക്കം നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിനനുസരിച്ച്, പക്ഷെ ക്രമമായ ആരോഗ്യം, ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അധികം കുറ്റബോധമുണ്ട്. എൻ്റെ ആരോഗ്യത്തിലെ ക്രമമായിട്ട് പോകുന്നത് നമ്മുടെ
എന്താ പറയാ, നമ്മുടെ ജിമ്മിൽ പോകുന്ന മെമ്പർഷിപ്പ് പൈസ മാത്രമാണ്, അല്ലാതെ ക്രമമായിട്ട് ആരോഗ്യക്രമങ്ങൾ പോകുന്നില്ല. അതിലെനിക്ക് അധികം ഇവരെ ശരിക്കും കുറ്റബോധമുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ഞാൻ കീപ്പ് ചെയ്യുന്നത് പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച് ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാത്ത കാര്യമാണ്, അപ്പോളജൈസിങ് ഫോർ ദാറ്റ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ക്രമമായ ഒരു വ്യായാമ മുറ നമുക്കുണ്ടായിരിക്കണമെന്നാണ്. ഉറക്കം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് അതിലൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. നമ്മള് ഷുഗർ പേഷ്യന്റിന് ഏറ്റവും അധികം വേണ്ടത് ഉറക്കം, അക്രമമായ ഉറക്കമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗുളിക കഴിച്ചിട്ട് 8 മണിക്കൂർ ഉറങ്ങാതെ രാവിലെ വന്ന് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയാൽ ഒരിക്കലും അത് 5% കുറച്ച ആവത്തില്ല. കാരണം ആ ഉറക്കം അതിനോട് അനുബന്ധിച്ച ആവശ്യം ഉണ്ട്. ഇന്നലെ ഉറക്കം കുറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലത്തെ ബ്ലഡ് ഷുഗർ റിസൾട്ട് 7.9. അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഉറക്കം ഏറ്റവും അധികം ആവശ്യമാണ്. അപ്പം ഭക്ഷണക്രമം, ക്രമമായ നല്ല പല വർണ്ണത്തിലുള്ള ഭക്ഷണക്രമം, ക്രമമായ വ്യായാമം, ക്രമമായ ഉറക്കം. പിന്നെ അവർ പറയുന്നത് കുഞ്ഞുങ്ങളെയോ മുതിർന്നവരെയോ സംബന്ധിച്ചിടത്താണെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ, ഇപ്പം നമുക്കറിയാം മുതിർന്നവർ ഒരു പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിൽ വളരെയധികം കോക്ടെയിൽ വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആൽക്കഹോളിന് സ്പിരിറ്റ് ക്ലിയർ സ്പിരിറ്റിനേക്കാളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ കൊല്ലുന്നത് കോക്ടെയിൽസ് ആണ്. കാരണം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും മീനും മോരും ഒരുമിച്ച് കഴിക്കരുത്, പാലും ഇതും ഒരുമിച്ച് കഴിക്കരുത്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്. നമ്മളത് ഏതൊരു വീട്ടിലും നമ്മൾ എവിടെ പോയാലും നമുക്കറിയാലോ, ഒരു നല്ല മീൻ കറിയും നല്ല ഒരു മോര് കാച്ചിയതും ഉണ്ടാകും. പക്ഷെ മീനും മോരും ഒരുമിച്ച് കഴിക്കരുത്, അല്ലെങ്കിൽ ആദ്യം മോര് കഴിക്കണം, അതിന്റെ ഒരു സയന്റിഫിക് വശമുണ്ടല്ലോ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആൽക്കഹോളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, കോക്ടെയിൽസ് മോക്ടെയിൽസ് അങ്ങനത്തെ സംഭവങ്ങളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഫീഡ് ചെയ്യുന്ന ആ ഒരു ഓർഡർ നമ്മൾ നോക്കണം. നമ്മുടെ ഗട്ടിൽ എങ്ങനെ ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം കയറേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഒരു ദിവസം ആരംഭിക്കുന്നത് ചൂടുവെള്ളത്തിൽ തന്നെ ആരംഭിക്കുക. പക്ഷെ നമ്മൾ ആൽക്കഹോൾ ആകുമ്പോൾ ശ്രദ്ധിക്കുക, പലതരത്തിലുള്ള ആൽക്കഹോളുകൾ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ കോക്ടെയിലിലോട്ട് തിരിയാതെ സ്പിരിറ്റിലോ അതായത് ആൽക്കഹോൾ മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് വലിയ ആളുകൾക്ക് മുതിർന്നവർക്കുള്ള ഉം, ഒരു ഉപദേശം. ഹാർവർഡ് ഹെൽത്ത് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഫിസി ഡ്രിങ്ക് കൊടുക്കുകയോ ചെയ്യരുത്. പുറത്ത് നമ്മുടെ കടകളിലെ ഷെൽഫിൽ നിന്ന് വരുന്ന ഒരു ജ്യൂസുകളും നമ്മൾ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അതിലെല്ലാം തന്നെ ടൂ മച്ച് ഷുഗറാണ്. നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നത്. അപ്പൊ അതുകൊണ്ട് മുതിർന്നവരെ ആൽക്കഹോളിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഫിസി ഡ്രിങ്കും മറ്റു ജ്യൂസുകളിൽ നിന്നും ഒന്ന് പിറകിലോട്ട് വലിക്കണമെന്നാണ് ഹാർവർഡും മായോ ക്ലിനിക്കും NHSും ഓസ്ട്രേലിയൻ NSWയും ഒരുപോലെ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ടുബാക്കോ. നമുക്കറിയാം, നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കേഴ്സ് ആണ് ഈ ഒരു ലോകത്ത്. ഇപ്പൊ ടുബാക്കോ അല്ലല്ലോ, ഇപ്പൊ വേപ്പർ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പൊ അത് ആ ഒരു പുക മലിനീകരണത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, മാസ്ക് നമ്മളെ കോവിഡിന്റെ സമയത്ത് രക്ഷിച്ചതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ പാസീവ് സ്മോക്കേഴ്സ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു പുകകളിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തെ, ശരീരത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയുന്നത് വ്യഗ്രത കുറയ്ക്കുക, ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ ആ ഒരു വേഗത കൂടുമ്പോഴാണ് വ്യഗ്രത കൂടുന്നത്. അതുകൊണ്ട് ബി സ്റ്റിൽ ആൻഡ് നോ യുവർ ബോഡി ആൻഡ് നോ യുവർ ലോഡ്. സോ അതാണ് അടുത്തതായിട്ട് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കുറച്ച് ദാനധർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമയം, നമ്മൾ ഇപ്പം മുസ്ലിം സഹോദരർ പറയില്ല സക്കാത്ത് കൊടുക്കുക, നമ്മൾ ക്രിസ്ത്യൻ സമൂഹങ്ങൾ പറയും ദാനധർമ്മം കൊടുക്കുക, ഹിന്ദുക്കൾ എപ്പോഴും പറയും നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കായിട്ട് ദാനം ചെയ്യുക എന്ന്. അപ്പൊ ആ ഒരു മനസ്സ് ജനറോസിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതെങ്ങനെയാണ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിലും നമ്മുടെ മനസ്സിലും ആ ഒരു സെൽസിന് കിട്ടുന്ന ഒരു ലൈറ്റ്നെസ് ആണ് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ഹാർവർഡ് ഹെൽത്തിന്റെ ആ ഒരു റിസർച്ച് മെയിൻ ആയിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അവര് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സ്ക്രീനിങ്ങുകൾ ചെയ്യുക. അതായത് ഇപ്പൊ ചിലപ്പം മാമോഗ്രാം ചെയ്യാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ക്യാൻസർ അറിയാതെ പോയവരുണ്ട്. മെലനോമ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പം ബ്രൗൺ സ്കിൻ ആയിട്ടുള്ളവർക്കും ഒരുപോലെ വരാൻ പറ്റുന്നതാണ്. എവിടെ വെച്ചാണെങ്കിലും നമുക്ക് മെലനോമ കിട്ടും എന്നുള്ളത് വളരെയധികം ഇപ്പം കുറേ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ഉള്ളതാണ്. മെലനോമ പേഷ്യൻസിന്റെ അവസ്ഥകൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ബോഡിയിൽ ബ്രൗൺ പേഴ്സൺ നമ്മൾ പറയും നമ്മളുടെ സ്കിന്നിന് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഏതോ ഒരു സ്പോട്ടോ ഒരു മോളോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും GP കാണുക, അതിന്റെ ടെസ്റ്റുകൾ എടുക്കുക. നമുക്ക് ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാപ്സ്മിയർ വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എവറി 5 years നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പം നിങ്ങൾ 50 വയസ്സിന് മേലെയുള്ളവർക്കാണെങ്കിൽ ബബിൾ ക്യാൻസർ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അമ്മയ്ക്ക് അവരുടെ റെഗുലർ ഫ്രീ ആയിട്ടുള്ള ബൗൾ ക്യാൻസർ ചെക്കപ്പിലാണ് അവർ അറിഞ്ഞത്. ഒരു സിംറ്റവും ഇല്ലായിരുന്നു. ആ ചെക്കപ്പിൽ അവർ അറിഞ്ഞു. വെരി ഏർലി സ്റ്റേജസ് ആയിരുന്നത് കൊണ്ട് തന്നെ സർജറി വഴി അവർക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റി. അപ്പം അതുകൊണ്ട് ആ റെഗുലർ ആയിട്ടുള്ള സ്ക്രീനിങ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് തോന്നുന്നു ഇന്ന ഇന്ന പ്രശ്നങ്ങൾ തോന്നുന്നു, എൻ്റെ ബോഡി അത്ര ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് ചെയ്യുക. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് സ്ക്രീനിങ് ആണ്. പിന്നെ നമുക്കറിയാം, എന്തൊക്കെ പറഞ്ഞാലും കുറേ മൾട്ടി വൈറ്റമിൻ ഈസ് എ ബിസിനസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറേ നല്ല വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് നമുക്ക് കിട്ടും. അത് പ്രിവെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആകെ ഒരേ ഒരു കാര്യത്തിലാണ് നിങ്ങൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടത്. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് നിർബന്ധമായിട്ടും കഴിക്കുക. നമുക്കറിയാം ഇപ്പം വൈറ്റമിൻ ഡി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിറ്റത്തെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ പ്രശ്നത്തിന്റെ കോർ ഇഷ്യൂ വൈറ്റമിൻ ഡി കണക്ട് ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി മസ്റ്റായിട്ട് നിങ്ങൾ വെയിലത്ത് നടക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ GP ആയിട്ട് സംസാരിച്ചിട്ട് വേറെ ഏതൊക്കെയാണ് ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് കഴിക്കേണ്ടത് എന്ന് നോക്കുക. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ, ഇപ്പൊ അതായത് നമ്മുടെ ജീവിതചര്യകള്, നമ്മുടെ മാനസികമായ ചിന്തകള്, പിന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ, പിന്നെ അവസാനമായിട്ട് പറയുന്നത് കൗൺസിലിംഗ് ചെയ്യാന്നാണ്. നിങ്ങൾ തന്നെ കൗൺസിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് ചർച്ച ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു വിഷമങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഈ ഒരു രോഗത്താൽ വിഷമിക്കുന്ന ആളുകളിൽ ആ വിശ്വാസം തുടർന്ന് കിട്ടാനും അവർക്ക് ശാന്തമായിട്ട് അവരുടെ രോഗത്തെ കൊണ്ടുപോകാനുള്ള, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് അത് കണ്ടു നിൽക്കാനുള്ള മാനസിക ധൈര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ ഒരു മാരകമായ ഒരു വ്യാധി എന്ന് തന്നെയാണ്, കോവിഡിനേക്കാൾ ഏറെ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വ്യാധിയാണ്. കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും മാനസിക നിലകൾക്ക് വ്യത്യാസം വരുന്ന ഈ ഒരു മഹാവ്യാധിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാം. അതായിരിക്കട്ടെ ഈ ഒരാഴ്ചത്തെ ചിന്ത എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ മലയാള ജാലകത്തിൻ്റെ ശ്രോതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇത് ബിസ്മി പാലാട്ടി, മലയാള ജാലകം, നിങ്ങളുടെ സ്വന്തം ശബ്ദം on 88.9 FM.